നമസ്കാരം. ക്രിസ്മസ് ആഘോഷങ്ങളിലെ ആക്രമണങ്ങളിൽ ബിജെപിക്കെതിരെ പരോക്ഷ വിമർശനവുമായി തൃശൂർ ഭദ്രസനാധിപൻ യൂഹോനാൻ മാർ മിലിത്തിയോസ്. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു എന്നാണ് യൂഹോനാൻ മാർ മിലിത്തിയോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ച ആശയം. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നും അദ്ദേഹം കുറിച്ചു. കഴിഞ്ഞ ദിവസം കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിമർശനം. പാലക്കാട് ചിറ്റൂർ നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ നേതാവ് അടക്കം അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തുകയും തത്തമംഗലം ചെന്താമര നഗർ GB യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനുണ്ടാക്കിയ പുൽക്കൂട് അജ്ഞാതർ തകർക്കുകയും ചെയ്തത് വിവാദമായിരുന്നു. ഈ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തുകയാണ് യൂഹോനാൻ മാർ മിലിത്തിയോസ്. ഒരിടത്ത് പ്രധാനമന്ത്രി പുൽക്കൂട് വണങ്ങുന്നു, പാലക്കാട് പുൽക്കൂട് നശിപ്പിക്കുന്നു. ഒരേ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നും ഇതിനൊരു നാടകമായിട്ടാണ് കാണുന്നതെന്നും യൂഹോനാൻ മാർ മിലിത്തിയോസ് പറഞ്ഞു. ഊതിക്കൊണ്ട് കഴുത്തറക്കുന്നതിന് തുല്യമാണിതെന്നും അദ്ദേഹം പരിഹസിച്ചു. അംബേദ്കറുടെ പ്രതിമ തകർക്കപ്പെട്ടു. ഒരു തെരഞ്ഞെടുപ്പിനായി നിയമ ഭേദഗതി പാർലമെന്റിൽ എത്തിക്കുന്നു. BJPയുടെ നാടകം തന്നെയാണ് മണിപ്പൂരിലും നടക്കുന്നതെന്നും മെത്രാപ്പൊലീത്ത വിമർശിച്ചു. ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഹൈന്ദവ പ്രതീകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നതും അതിനുവേണ്ടി വഴക്കുണ്ടാക്കുന്നതും വിചാരധാരയിലേക്കുള്ള ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം മറച്ചു പിടിക്കാനുള്ള തലോടലാണ് ബാക്കിയെല്ലാമെന്നും മെത്രാപ്പൊലീത്ത പരിഹസിച്ചു. ജുഗുത്സാവഹമായ ഇരട്ടത്താപ്പിന്റെ പ്രകടനമാണിതെല്ലാം. അതാണ് തൃശൂർ ഒരു BJP സ്ഥാനാർത്ഥി ജയിക്കാൻ ഇടയായത്. ക്രിസ്ത്യാനികളും ന്യൂനപക്ഷങ്ങളും ഇത് മനസ്സിലാക്കേണ്ടതാണ്. സവർണ ഹൈന്ദവ നേതൃത്വം മാത്രം മതി എന്ന സവർക്കറുടെ ചിന്തയെ നിലനിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണിത്. പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന ക്രൈസ്തവ ന്യൂനപക്ഷ നേതാക്കൾ ഇക്കാര്യം പ്രധാനമന്ത്രിയോട് തുറന്ന് സംസാരിക്കേണ്ടതാണെന്നും യൂഹോനാൻ മാർ മിലിത്തിയോസ് കൂട്ടിച്ചേർത്തു. നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിനെതിരെ VHP നേതാക്കളെത്തി ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് തത്തമംഗലം ചെന്താമര നഗർ GB യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനുണ്ടാക്കിയ പുൽക്കൂട് തകർത്ത നിലയിൽ കണ്ടെത്തിയെന്നാണ് ആരോപണം. എന്നാൽ സംഭവത്തിൽ ഗൂഢാലോചന BJP ആരോപിച്ചിട്ടുണ്ട്. രണ്ട് സംഭവങ്ങളും അന്വേഷിക്കുന്നതിനായി ചിറ്റൂർ DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി സ്കൂളുകൾ സന്ദർശിച്ച ശേഷം മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. സമീപത്തെ കടകളിലും വീടുകളിലുമുള്ള CCTVകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളിലെ പ്രധാന അധ്യാപകരോടും PTA ഭാരവാഹികളോടും പോലീസ് ഇന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും. നല്ലേപ്പള്ളി സ്കൂളിലെ സംഭവത്തിൽ മണിക്കൂറുകൾക്കകം പോലീസ് VHP പ്രവർത്തകരായ പ്രതികളെ പിടികൂടിയിരുന്നു. അധ്യാപകർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 14 ദിവസത്തെ റിമാൻഡിൽ ചിറ്റൂർ ജയിലിൽ കഴിയുകയാണിവർ. നല്ലേപ്പള്ളിയിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള തത്തമംഗലത്ത് നടന്നതും സമാന സ്വഭാവമുള്ള സംഭവമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇത് കണക്കിലെടുത്ത് റിമാൻഡിലുള്ള പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് നടത്തിയ സ്കൂളുകളിൽ ആസൂത്രിതമായി അക്രമം നടത്താൻ പദ്ധതി ഉണ്ടായിരുന്നോ, ഇതിനു പിന്നിൽ മറ്റ് ഇടപെടലുകൾ ഉണ്ടായോ എന്നും അറിയാനായിരിക്കും പ്രതികളെ ചോദ്യം ചെയ്യുന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലം CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് VHP കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്താനും തീരുമാനിച്ചത്. നല്ലേപ്പള്ളിയിൽ VHPയുമായും സംഘപരിവാർ സംഘടനകളുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും നിരീക്ഷിക്കുകയാണെന്നും അന്വേഷണ ചുമതലയുള്ള DYSP പറഞ്ഞു.